ഷിരൂരിൽ ട്രെഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന തുടരുകയാണ്. നാവികസേന അടയാളപ്പെടുത്തിയ 30 മീറ്റർ ചുറ്റളവിലാണ് ട്രെഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നത്. ഷിരൂരിലെത്തിയ നേവി സംഘത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് തെരച്ചിൽ. അടുത്ത 3 ദിവസം ഉത്തര കന്നഡ ജില്ലയിലും തീരദേശ കർണാടകയിലെ ജില്ലകളിലും ശക്തമായ മഴയുണ്ടെന്ന് കാലാവസ്ഥ അറിയിപ്പും വന്നിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ്, ഞങ്ങളുടെ സ്റ്റാർ റിപ്പോർട്ടർ, ഷിരൂരിൽ നിന്നും തത്സമയം ചേരുന്നു. പറയൂ അലക്സ് റാം. എസ്കാൻ 3 ദിവസം മഴയ്ക്കുള്ള മുന്നറിയിപ്പുണ്ട് ഉത്തര കന്നഡ ജില്ലയിൽ എന്നുള്ളതാണ്. മഴ പെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ തിരച്ചിൽ, ഈ അവസാനഘട്ട തിരച്ചിൽ അത് പ്രതിസന്ധിയിലാകും. എന്നാൽ ഇപ്പോൾ അത് അനുകൂല കാലാവസ്ഥയാണ്, മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പുഴയുടെ അടിത്തട്ടൊക്കെ ക്ലിയർ ആണ് എന്ന് ഈ മുങ്ങൽ വിദഗ്ധരടക്കം പറയുന്നുണ്ട്. എസ്കാൻ, ഇത് നേരത്തെ നമ്മൾ ആ നാവികസേന സംഘം ഈ പ്രദേശത്ത് ഏതാണ്ട് അവർ നേരത്തെ തന്നെ നിശ്ചയിച്ചു നൽകിയ പോയിന്റുകൾ അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത് മറ്റേതെങ്കിലും പ്രദേശങ്ങൾ ഉണ്ടോ എന്ന കാര്യമൊക്കെ അവർ പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിൽ അവർ തിരച്ചിലിനുള്ള പോയിന്റുകൾ നിശ്ചയിച്ച് നൽകുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഏതാണ്ട് ഈ കോണ്ടാക്ട് 1, 2 എന്ന് പറയുന്ന ഈ പോയിന്റിന് സമീപത്ത് അവർ പറഞ്ഞ ഏതാണ്ട് 30 മീറ്റർ ചുറ്റളവിലാണ് ഈ ഡ്രഡ്ജർ സംവിധാനം ഇപ്പോൾ മണ്ണ് നീക്കിയുള്ള തിരച്ചിൽ നടത്തുന്നത്, പരിശോധന നടത്തുന്നത്. തൊട്ട് മുമ്പ് അവിടെ നിന്ന് ഒരു ലോഹഭാഗം പോലത്തെ ഒരു വസ്തു അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഭാഗത്ത് നിന്നാണ് നേരത്തെ അർജുന്റെ ട്രക്കിന്റെ ചില ഭാഗങ്ങൾ നേരത്തെ കണ്ടെത്തിയത്. അതായത് ഈ ട്രക്കിന്റെ പുറകിലുണ്ടായിരുന്ന ഒരു വാട്ടർ സ്റ്റാൻഡ് കണ്ടെത്തിയത് ഏറെക്കുറെ ഈ ഭാഗത്ത് നിന്നാണ്. അത്തരത്തിൽ ഈ മേഖലയിൽ പരിശോധന നടത്തണം എന്ന് തന്നെയാണ് കുടുംബത്തിന്റെയും ഒക്കെ ആവശ്യം. അവിടെ പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട്. എസ്കേൻ, അതെന്താണ് ആ വസ്തു എന്നുള്ള കാര്യം അവർ സ്ഥിരീകരിച്ചിട്ടില്ല. അതെന്താണെങ്കിലും അവർ സ്ഥിരീകരിക്കും. തൊട്ടപ്പുറത്ത് നിന്ന് ഒരു ഇലക്ട്രിക് ടവറിന്റെ ഭാഗം തൊട്ടപ്പുറത്ത്, മീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് ഈ പുഴയുടെ നടുഭാഗത്തായി അടിത്തട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. കുറച്ച് തകര കഷ്ണവും ലോഹഭാഗവും ഒക്കെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എസ്കേൻ, ഊർജിതമായ പരിശോധന നടക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും. കാരണം മഴ പെയ്താൽ ഒഴുക്ക് വർദ്ധിക്കും. ഈ ഡ്രഡ്ജറിന് ഇവിടെ ഇങ്ങനെ നങ്കൂരമിട്ട് പ്രവൃത്തി ചെയ്യാൻ സാധിക്കില്ല. അതായത് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള പ്രവൃത്തി ചെയ്യാൻ സാധിക്കില്ല. ഡൈവർമാരുടെ സംഘമുണ്ട്. അത് ഈ ഡ്രഡ്ജർ കമ്പനിയുടെ തന്നെ ഡൈവർമാരുടെ സംഘമുണ്ട്. അവർ പലയിടങ്ങളിലും പരിശോധന നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ മാർക്ക് ചെയ്ത പോയിന്റുകളിൽ, അത് 1, 2, 3, 4 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത പോയിന്റുകളിൽ അതിന്റെ തൊട്ടടുത്ത പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് അവർ ഡൈവ് ചെയ്യുന്നുണ്ട്. കലങ്ങലില്ലാത്ത സ്ഥലം നോക്കി അവർ ഡൈവ് ചെയ്ത് അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഈ ഭാഗത്ത് കൃത്യമായ പരിശോധന നടത്തണം. ഇപ്പോൾ ഈ ഡ്രഡ്ജർ നിൽക്കുന്ന ഈ ഭാഗത്ത് പരിശോധന നടത്തണമെന്നാണ് ലോറി ഉടമ മനാഫ്, അതുപോലെ അർജുന്റെ കുടുംബമൊക്കെ ആവർത്തിച്ച് പറയുന്നത്. അർജുന്റെ കുടുംബം ഇന്നും ഇവിടെ ഉണ്ട്. അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ഒക്കെ ഈ മേഖലയിലേക്ക് ഇന്നും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സ്കേൻ, അവർ ഈ ഗംഗാവലി പുഴയുടെ തീരത്ത് ഇപ്പോഴും ഉണ്ട്. 3 പേർക്കായുള്ള തിരച്ചിലാണ്, അർജുനടക്കം 3 പേർക്കായുള്ള തിരച്ചിലാണ് ഇവിടെ തുടരുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല സ്കേൻ. അനുകൂല കാലാവസ്ഥയാണ്. ഉച്ചയ്ക്ക് ശേഷം റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ഇന്ദ്രബാലൻ കൂടി ഇവിടേക്ക് എത്തും. അദ്ദേഹം നൽകുന്ന നിർദ്ദേശത്തിനനുസരിച്ച് കൂടി ആ തിരച്ചിൽ നടക്കും. ഇപ്പോൾ നാവികസേന അവർ നിർദ്ദേശം നൽകുന്നു. ഏതൊക്കെ മേഖലയിൽ എങ്ങനെ ഡ്രഡ്ജിംഗ് നടത്തണമെന്ന നിർദ്ദേശം നാവികസേന നൽകുന്നുണ്ട്. നാവികസേനയ്ക്ക് എന്താണെങ്കിലും ഡൈവർമാരില്ല. മറ്റു ഡൈവർമാർ, ഈ കമ്പനി തന്നെ ഏർപ്പെടുത്തിയ ഡൈവർമാരുണ്ട്. അങ്ങനെ എല്ലാ ശ്രമവും ജില്ലാ ഭരണകൂടം നടത്തുന്നുണ്ട്. പഴി കേൾക്കാതെ ഈ തിരച്ചിലിന്റെ അന്തിമഘട്ടം പൂർത്തിയാക്കാനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം നടത്തുന്നുണ്ട്. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.